വെൽക്കം ടു മരിയൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇത് നമ്മുടെ ചാനലിലെ 4ാമത്തെ പുൽക്കൂട് മേക്കിംഗ് വീഡിയോ ആണ്. ന്യൂസ് പേപ്പർ കൊണ്ടും കാർഡ്ബോർഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വെറൈറ്റി പുൽക്കൂടുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ക്രിസ്മസ് ക്രിബ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ക്രിബുകളും അതിൽ കിടപ്പുണ്ട് കേട്ടോ. പുൽക്കൂടിനെ നമ്മളൊരു വൈറ്റ് തെർമോക്കോൾ ബേസ് വെച്ചിട്ട് അതിൻ്റെ മേൽഭാഗത്തായിട്ട് അതിൻ്റെ 1/4 ഭാഗത്തോളം വലുപ്പമുള്ള ഒരു തെർമോക്കോൾ വെക്കുന്നുണ്ട്. ആ മീതെ വെച്ച തെർമോക്കോളിൽ നമ്മളിത് ഒരു ഡോറ് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ പുൽക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം. ഒന്ന്, നമുക്ക് നല്ല അടിപൊളി പുൽക്കൂട് കിട്ടും. രണ്ടെന്താണെന്നറിയോ? ആശാരിപ്പണിയും വാർക്കപ്പണിയും എല്ലാം പഠിക്കാം. എന്തിന്, സിവിൽ എഞ്ചിനീയറിംഗ് വരെ പഠിക്കാമെന്ന് പ്ലാനൊക്കെ ഇട്ട് വരയ്ക്കല്ലേ. 10 പൈസ ചിലവില്ല. ആഹാ, എന്തൊരു രസം. എത്ര ലക്ഷം കെട്ടിയിട്ടാന്നാ പിള്ളേർ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിറങ്ങണേ. ഇവിടെ ഒരു എഞ്ചിനീയറിംഗും പഠിക്കാണ്ടില്ലേ നമ്മൾ ഈ പ്ലാനൊക്കെ വരയ്ക്കണത്. ഞാൻ വാതിലിന് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് വീഴാറായതാണ്. അപ്പോൾ ആ ഇടിഞ്ഞ് വീഴുന്ന ഭാഗമാണ് ഞാൻ ഈ വരച്ച് കാണിക്കുന്നത്. ഈ ഷേപ്പിലാണ് ഇടിഞ്ഞ് വീണിട്ടുള്ളത്. അപ്പോൾ ഇടിഞ്ഞ് വീഴുന്നതിൻ്റെ റൂട്ട് മാപ്പൊക്കെ കിട്ടിയില്ലേ. ഇനി നമുക്ക് കെട്ടിടം ഇടിച്ചു പൊളിച്ചിടാം. കെട്ടിടം ഇടിച്ചു പൊളിക്കാൻ നമുക്ക് JCB ഒന്നും വേണ്ട, നമ്മുടെ തെർമോക്കോൾ കട്ടർ തന്നെ ധാരാളം. ആ വരച്ചാൻ്റെ ഇപ്പുറത്ത് നോക്കിയിട്ട് തെർമോക്കോൾ കട്ടർ വെച്ച് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ തെർമോക്കോൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. പിച്ചത്തരമൊന്നുമല്ല, വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എലി കരണ്ട പോലെയാണ് നമ്മളിങ്ങനെ കൈകൊണ്ട് പിച്ചി ഉണ്ടാക്കേണ്ടത്. ടോപ്പ് പോർഷനിലായിട്ട് നമ്മൾ 2 സ്റ്റെപ്പ് അടിക്കുന്നുണ്ട്. വലിയ പെർഫെക്ഷനൊന്നും വേണ്ട, ഇടിഞ്ഞു വീഴാറായി കെട്ടിടല്ലേ, അവിടെ ഇവിടേക്കും ചെത്തിക്കളയാം. എലി കരണ്ട പോലെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവസാനം ചെയ്ത് തുരപ്പൻ തുറന്ന പോലെ ആവരുത് കേട്ടോ. ഈ ആയുധം വെച്ചുള്ള പരിപാടിയാകുമ്പോൾ കൈയും കാലൊന്നും മുറിയാണ്ട നോക്കണം കേട്ടോ. അടി, ഇടി, വെട്ട്, മുറിവ്, ചതവ് ഇതിനൊന്നും മരീൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉത്തരവാദിയായിരിക്കില്ല. വേറൊന്നല്ല, കൈയും കാലും മുറിച്ചിട്ട് വീട്ടുകാരുടെ നിന്ന് ഇടിയും കിട്ടണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡോറിൻ്റെ കട്ട് ചെയ്ത് മാറ്റണ ഈ പീസൊന്നും കളയരുത് കേട്ടോ, ഇനി ആവശ്യമുള്ളതാണേ. ഈ ഡോറിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോഴേ ആദ്യം ഈ വരച്ച വരയിൽ ഇടത്തുനിന്നൊരു വെട്ട്, വലത്തുനിന്നൊരു വെട്ട്, എന്നിട്ട് അത് പുറത്തേക്ക് ഇങ്ങനെ പുള്ള് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങോട്ട് പോരും. കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, ഇതുപോലെ, എന്നാലേ അത് കിട്ടുള്ളൂ. ഇതുപോലെ ഈ ഡിസൈൻ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. ഇതിങ്ങനെയല്ലാണ്ട് സോൾഡറിങ് അയൺ വെച്ചും ചെയ്യാം, പക്ഷെ അത് കൈപ്പൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ മെത്തേഡ് കാണിച്ചു തന്നത്. ഇനി ആ ഡോറിൻ്റെ താഴ്ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് കല്ലുകൾ പല വലുപ്പത്തിൽ വരച്ചെടുക്കാം. ഉരുളൻ കല്ലുകൾ വരയ്ക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഭംഗി. നിങ്ങൾ തെർമോക്കോൾ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉരുളൻകല്ല് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു സ്ക്വയർ ഷേപ്പായിട്ട് വരയ്ക്കുന്നതാണ് ഭേദം. കുട്ടികൾ ആരും സോൾഡറിങ് അയൺ വെച്ച് ചെയ്യരുത് കേട്ടോ. കൈപ്പൊള്ളൽ, ഷോക്കടിക്കൽ ഇതിനൊന്നും മരീൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉത്തരവാദിയായിരിക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ പുൽക്കൂട് പണിക്ക് വേണ്ടിയിട്ടാണ് ഈ സോൾഡറിങ് അയൺ ഉപയോഗിച്ചത് കേട്ടോ. ആ തെർമോക്കോൾ ഉരുകുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ മാസ്ക് വെയർ ചെയ്യാൻ ശ്രമിക്കുക, ഓപ്പൺ എയറിൽ ഇരുന്നിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തെർമോക്കോൾ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഓപ്പൺ എയറിൽ ഇരുന്ന് ചെയ്യണതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, വീട് വൃത്തികേടാവും, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊന്നും കട്ട് ചെയ്യുമ്പോൾ ഫാനൊന്നും ഇട്ടേക്കല്ലേ കേട്ടോ. ഫാൻ ഇട്ടാൽ വീട്ടിൽ മൊത്തം ഒരു മഞ്ഞുമഴ എഫക്റ്റ് ആയിരിക്കും. നമ്മളിനി പ്ലാൻ വരയ്ക്കാൻ പോവാണ് കേട്ടോ. ആദ്യം ഈ കോർണർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഡോറിൻ്റെ നേർക്ക് നമ്മളൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് താഴത്തേക്ക് നമ്മളൊരു സ്റ്റെയർ കേസാണ് വരയ്ക്കണത്. ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മുടെ രാജാക്കന്മാർ വരാൻ പോണത്. ഈ കോട്ടവാതിലിന് ഇത്ര ഹൈറ്റ് വേണ്ട കേട്ടോ. അപ്പം നമ്മളൊന്ന് വരച്ച് കട്ട് ചെയ്യണ്ടേ. അത് കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സ്റ്റെയർ വരച്ച ആ തെർമോക്കോളിൽ അതെടുത്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷനിൽ ഒരു ഡോർ വരയ്ക്കുന്നുണ്ട്. 2 ജനലയും വരയ്ക്കുന്നുണ്ട്. വാതിലും ജനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള തെർമോക്കോൾ ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ കട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ തെർമോക്കോൾ കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് പിന്നെ തീരെ പിച്ചത്തരമില്ലാത്തത് കൊണ്ടും എൻ്റെ വർക്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ള കാരണം കൊണ്ടും ഒരു ഷീറ്റ് കട്ടിയുള്ളതും ഒരു ഷീറ്റ് കട്ടി കുറഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കോട്ടവാതിൽ പണിയുന്ന ആ തെർമോക്കോൾ നല്ല കട്ടിയുള്ളത് തന്നെ വേണം കേട്ടോ, എന്നാലേ നമുക്ക് അതിൻ്റെ ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഈ കട്ട് ചെയ്യുന്ന വാതിലുകളൊന്നും കളയരുത് കേട്ടോ, നമുക്ക് ഇനി ആവശ്യമുള്ളതാണ്. ഈ 2 തെർമോക്കോൾ പീസ് വെച്ച ശേഷം ബാക്കിയുള്ള ആ സ്ഥലത്തിന് പാകത്തിനുള്ള ഒരു ഷീറ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇത് ഒരു ബിൽഡിങ് പണിയാനുള്ളതാണ് കേട്ടോ. ഇപ്പുറത്തും ഞാൻ ആ ബിൽഡിങ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് വെക്കുന്നുണ്ട്. ഇനി ഞാനിത് താഴത്തെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനനുസരിച്ച് അവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് നമ്മളിത് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതേപോലത്തെ തന്നെ ജനലാണ് ഞാൻ അവിടെ വരയ്ക്കുന്നത്, കുറച്ച് വലുപ്പത്തില്ലെന്ന് മാത്രം. അതിനുശേഷം നമ്മുടെ 2ാമത്തെ ചെറിയ ബിൽഡിങ് ക്ലോസ് ചെയ്യാൻ എടുത്തിട്ടുള്ള ഷീറ്റ് എടുക്കാം. അതിൽ നമ്മളൊരു ആജാനബാഹു പോലത്തെ ഒരു ഡോറ് വരച്ചു കൊടുക്കുന്നുണ്ട്.
പുൽക്കൂട് പണി പണ്ടേ എനിക്കൊരു ഹരമായിരുന്നു. ഡിസംബർ ആകുമ്പോഴേക്കും എങ്ങനത്തെ പുൽക്കൂട് പ്രാവശ്യം ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ചിന്തിച്ച് വെറൈറ്റി കൊണ്ടുവരലാണ് എൻ്റെ സ്ഥിരം പരിപാടി. അങ്ങനെ വെറൈറ്റികൾ കുറച്ച് കൂടിയിട്ട് കുറച്ചധികം പണി മേടിച്ച് വെച്ചതിൻ്റെ കഥയൊക്കെ ഞാൻ കഴിഞ്ഞ പുൽക്കൂട് മേക്കിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേൾക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ പോയി കണ്ടാൽ മതി. ഇപ്പം നമ്മുടെ മരീൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൽ പുൽക്കൂട് പൂരം നടക്കുകയല്ലേ. ഇനിയും ഒരുപാട് വെറൈറ്റി പുൽക്കൂടുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. വെറൈറ്റി കൂടി എന്നാണ് അപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കാൻ പോണത്. ആ അവസ്ഥയിൽ അപ്പോൾ റൂമൊക്കെ കിടക്കണതേ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഈ കൺസിസ്റ്റൻസിയിലാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട് ഇത്തിരി സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടി സ്പീഡിൽ പണി കഴിയാനായിട്ട് നല്ലത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് ആവശ്യത്തിനുള്ളത് മാത്രം കലക്കി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കുറേ നമ്മൾ കലക്കി വെച്ചാൽ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അത് സെറ്റാവും. പിന്നെയും അതിൽ വെള്ളമൊഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റാവുകയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒരുപാട് സമയം എടുത്തിട്ട് സെറ്റാവുള്ളൂ. നമ്മളിത് ഓരോരോ ഷീറ്റായിട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാൻ പോവാണ്. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കുമ്പോഴും തേക്കുമ്പോഴും എല്ലാം ഗ്ലൗസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലർക്ക് കയ്യിലൊരു ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഷീറ്റൊക്കെ കറക്റ്റ് അളവിന് കട്ട് ചെയ്താൽ മാത്രമേ ഇവിടെ ഒട്ടിക്കുമ്പോൾ വൃത്തിയിൽ നിൽക്കുള്ളൂ. ഇനി വീടിന് മേൽക്കൂര ഫിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മഴ പെയ്താൽ നനയില്ലേ. എൻജിനീയറിങ്ങിൽ ഞാൻ പണ്ടേ പുലിയാണ്, പ്രത്യേകിച്ച് സിവിൽ എൻജിനീയറിങ്. നമ്മളുണ്ടാക്കിയ മേൽക്കൂരകളൊക്കെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ, ബിൽഡിങ്ങിനൊക്കെ കുറച്ച് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന പോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്കൊരു സൺഷെയ്ഡ് ആ ഒരു ലുക്കിൽ കിട്ടുള്ളൂ. സെയിം അളവിൽ കട്ട് ചെയ്യരുത്. ഇനി കോട്ടവാതിലിന് ഒരു തലയെടുപ്പൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ മീതയായിട്ട് ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കണം. അതും കണ്ടോ ഫ്രണ്ടിലേക്ക് കുറച്ച് തള്ളി നിൽക്കണം. കുറച്ച് വീതി കൂടിയ തെർമോക്കോളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മേൽക്കൂരയ്ക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു തെർമോക്കോൾ, കട്ടി കുറഞ്ഞതായാലും കുഴപ്പമില്ല, തെർമോക്കോൾ എടുത്തിട്ട് ഇതേപോലത്തെ ഡിസൈൻ ഈ സൈഡിലൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുണ്ടാക്കുന്ന മേൽക്കൂര സ്ക്വയർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ 4 പീസുകൾ ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാം. ഇനി റെക്റ്റാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ രണ്ടറ്റത്തും വെക്കേണ്ട ഈ ഡിസൈനില്ലേ, അത് ഒരേ അളവിൽ വെക്കുക. ഈ നടുക്കലത്തെ ഈ ഭാഗം മാത്രം കൂടുതൽ നീളത്തിലെടുക്കുക. ഇനി താഴത്തെ ബിൽഡിങ്ങിൽ നമ്മൾ ഇതേപോലത്തെ വഞ്ചി കമിഴ്ത്തിയിട്ട പോലത്തെ ഒരു ഡിസൈനാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലത്തെ 3 പീസുകളാണ് കട്ട് ചെയ്യേണ്ടത്. റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറുതും 2 വലുതുമായിട്ടുള്ള പീസുകളാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതെല്ലാം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടമാവില്ല കേട്ടോ. കാരണം ഇനിയും ഒരുപാട് വെറൈറ്റി പുൽക്കൂടുകളാണ് ഇക്കൊല്ലം തന്നെ വരാനിരിക്കുന്നത്. ഇതുപോലെയാണ് തെർമോക്കോൾ അളവെടുക്കേണ്ടത്. ഇതുപോലത്തെ കട്ടിയുള്ള തെർമോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അളന്ന് മുറിച്ച് ഇതുപോലെ സെറ്റ് ചെയ്യുക. കട്ടിയുള്ള തെർമോക്കോളാകുമ്പോൾ നമുക്ക് പിന്നെയും അതിന്ന് സ്റ്റെപ്പുകൾ കട്ട് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ പണി കഴിയുകയും ചെയ്യും. ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിൽ തന്നെ കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുൽക്കൂടാണ് അടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കട്ടിങ്ങോ പെയിൻറ്റിങ്ങോ ഡ്രോയിങ്ങോ എന്തിന് ഒരു തുള്ളി പശ പോലും വേണ്ട, അത്രയും കിടുക്കാച്ചി പുൽക്കൂടാണ് അടുത്തായിട്ട് വരുന്നത്. സ്റ്റെപ്പ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്ഷനിൽ കട്ട് ചെയ്യരുത്. പെരിച്ചാഴി കൊള്ളി കടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ലുക്കില്ലേ, ആ ലുക്കിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. കൈ കൊണ്ട് പിച്ചി മാന്തി നുള്ളിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആ ലുക്കൊക്കെ കിട്ടും. വീട്ടിൽ അനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അത് കൊടുക്കുന്നതാണ് നല്ലത്. അവരാകുമ്പോൾ നല്ല പെർഫെക്ഷനിൽ മാന്തി പൊളിച്ച് തരും. ഒരു സ്റ്റെപ്പും ഗ്ലൂ ഗൺ വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കട്ടിയുള്ള തെർമോക്കോൾ ഇതുപോലെ ഒന്ന് പിച്ചി പൊളിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ഗുഹ പണിയണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുഹയ്ക്ക് ബേസായിട്ട് നമ്മളിത് വെക്കാൻ പോകുന്ന സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് വേണം ഗുഹ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഗുഹ ഉണ്ടാക്കി വന്നിട്ട് അവസാനം ഗുഹയ്ക്കകത്ത് ആൾക്കാരെ വെക്കാനായിട്ട് പറ്റില്ല. ഞാനിവിടെ തെർമോക്കോൾ കൊണ്ട് തന്നെയാണ് ഗുഹ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാം. ന്യൂസ് പേപ്പർ കൊണ്ട് എങ്ങനെയാണ് ക്രിസ്മസ് ക്രിബ് അല്ലെങ്കിൽ ഗുഹ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വാതിലുകളെല്ലാം എടുക്കുക, ഇതുപോലെ സ്ട്രിപ്പുകളായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഒരു സ്ട്രിപ്പ് ഇടവിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കളയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് ഇങ്ങനെ പുള്ളി ചെയ്താൽ പുറത്തേക്ക് പോരും. ഇതൊന്ന് ചെരിച്ച് പിടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും, കണ്ടോ അതിൻ്റെ ഭംഗി. ഇനി കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് എടുക്കുക, ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കഴിയുമ്പോൾ ഒരു ചെറിയ ഡിസൈൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഡോറുകളും നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസുകളും. ഇതൊന്നും നമ്മൾ കളയരുത്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളം ചേർത്ത് ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബിൽഡിങ്ങുമൊക്കെ അതൊന്ന് തേച്ച് കൊടുക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം കലക്കി വെച്ച പ്ലാസ്റ്റർ ഓഫ് പാരീസ് പെട്ടെന്ന് സെറ്റ് ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് തേച്ച് അവസാനിപ്പിക്കണം.
അല്ലെങ്കിൽ നമ്മൾ കലക്കി വെച്ച കൺസിസ്റ്റൻസി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കട്ടയായിട്ടിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം അപ്പോൾ മിക്സ് ചെയ്തെടുക്കുക. സ്റ്റെപ്പിന് ടെക്സ്ചർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്റ്റെപ്പ് വളരെ ഇറഗുലറായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. പെർഫെക്ഷനോട് കൂടി ചെയ്യരുത്. ഒരു മണ്ണിട്ട സ്റ്റെപ്പാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കണ്ടോ, നമ്മളിങ്ങനെ ചെത്തി വെച്ച കല്ല് പോലെ ഒരിക്കലും ചെയ്യരുത്. താഴത്തെ സ്റ്റെപ്പുകളുടെ രണ്ടരുഭാഗത്തും ചെറിയൊരു തിണ്ട് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ കോട്ടയുടെ സൈഡിൽ ഇടിഞ്ഞ് വീണ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിൽഡിങ്ങുമൊക്കെ തേക്കുമ്പോൾ കുറച്ച് കട്ടി കുറച്ച് അഴച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കട്ടിക്കാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിലത്ത് നമ്മളൊരു ടെക്സ്ചറിങ് കൊടുക്കുന്നുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ കല്ല് പതിച്ച പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോറി കോറി ഇടുന്നുണ്ട്. താഴത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച വഴിക്ക് തന്നെ ടെക്സ്ചറിങ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് സെറ്റ് ആയിക്കഴിഞ്ഞാൽ ടെക്സ്ചറിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഈ ടെക്സ്ചറിൻ്റെ ഒക്കെ പ്രത്യേക ഡീറ്റെയിലിംഗ് അറിയാം. ഗുഹയുടെ ഉള്ളിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ പെയിൻറ്റിങ് എല്ലാം ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് ബ്രഷുമേ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഗുഹയുടെ ഫ്രണ്ടിലും ഞാനിതേ ടെക്സ്ചറിങ് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗുഹയുടെ മീതെ ഇനി ടെക്സ്ചറിങ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി തെർമോക്കോൾ നല്ല ടെക്സ്ചറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ കലക്കിയിട്ട് അതിൻ്റെ മീതെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പുൽക്കൂടുമേ ഞാൻ ഏതാണ്ട് 3/4 കിലോയോളം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗുഹേമ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് പിടിപ്പിക്കുന്നതാണ് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി. അപ്പോൾ വീട്ടിലുള്ള 1-2 ആൾക്കാരൊക്കെ കൂട്ടിയാൽ പണി കുറച്ച് എളുപ്പമുണ്ടായിരിക്കും. എനിക്ക് ശരിക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുൽക്കൂട് പണിയാന്ന് പറയുന്നത്. പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനൊരു പീച്ച് ഷെയ്ഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതും ഒരു ചെറിയതായിട്ട് ചെളി വെച്ച് പിടിപ്പിക്കുന്ന ഒരു ലുക്കൊക്കെ ആവാമെന്ന് കരുതി ചെളി വാരി പൊത്തി അവസാനം ചാണകക്കുണ്ടിൽ വീണ പുൽക്കൂട് എന്ന് ചീത്തപ്പേര് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ബ്ലാക്കും ബ്രൗണും യെല്ലോയും കൂടെ ചേർത്താണ് ഈ ബിൽഡിങ്ങിന് കാണുന്ന കളറെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ബ്ലാക്ക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഡാർക്ക് കളറാവും, യെല്ലോ കൂടുതൽ ചേർത്താൽ ലൈറ്റ് കളർ കിട്ടും. സ്റ്റെയർ കേസിന് ബേസ് കോട്ട് അടിച്ചത് യെല്ലോ ഓക്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. അതിനുശേഷം കോർണേഴ്സ് വരുന്ന ഭാഗങ്ങളിലായിട്ട് ഞാനൊരു ഡാർക്ക് ബ്രൗണും ബേൺ ടംബർ എന്ന് പറഞ്ഞിട്ടുള്ള കളറും വാൻഡിക് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള കളറും മിക്സ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടൊരു പൂപ്പൽ വന്നിട്ടുള്ള ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്കും യെല്ലോയും മിക്സ് ചെയ്തിട്ട്, ബ്ലാക്ക് കുറച്ച് മിക്സ് ചെയ്താൽ മതി, യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു ചാണകപ്പച്ച കളറിലുള്ള പൂപ്പലാണ് അടിച്ചു കൊടുക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഈ തിണ്ട് പോലെ കെട്ടിയിട്ടുള്ള സൈഡിൽ ലൈറ്റ് ചാണകപ്പച്ച കളറൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ യെല്ലോയും ഒരു തുണ്ട് ബ്ലാക്കും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഈ ലൈറ്റ് ചാണകപ്പച്ച കളർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഫാബ്രിക് പെയിൻറ്റിൻ്റെ കുപ്പി അങ്ങനെ തന്നെ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്യരുത്, വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഗുഹയ്ക്ക് ഞാൻ ആദ്യം ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ലൈറ്റ് ഗ്രേ എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളയും കുറച്ച് ബ്ലാക്കും എടുത്താൽ മതി. ഇനി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കാനായിട്ട് വൈറ്റ് കുറച്ചും ബ്ലാക്ക് കൂടുതൽ കൂട്ടി കൊണ്ടുവരും തോറും ഗ്രേ കളറിൻ്റെ ഡാർക്ക്നെസ് കൂടി വരും. ഇടയ്ക്കൊന്ന് ബ്ലാക്കും കൂടെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പ്യുവർ ബ്ലാക്ക് അല്ല, ഞാൻ ബ്ലാക്കും ലൈറ്റായിട്ട് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബ്ലാക്കാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സ്പോഞ്ച് നനച്ചിട്ട് അതിൽ ഗ്രേ കളറൊന്ന് മുക്കിയിട്ട് ഞാനത് ഈ ടെക്സ്ചറിങ്ങിൻ്റെ മീതെ കൂടെ അധികം പ്രസ് ചെയ്യണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്പോഞ്ച് നനയ്ക്കാതെ പെയിൻറ്റ് ഇതുപോലെ വെച്ച് തേക്കരുത്, കാരണം പെയിൻറ്റ് ഫുള്ള് സ്പോഞ്ച് വലിച്ചെടുക്കും. സ്പോഞ്ചിൽ വെള്ളം അധികം ആവാനും പാടില്ല, ഒരുപാടായി കഴിഞ്ഞാൽ വെള്ളം ഒറ്റത് വീഴുന്ന പോലെയാവും, പെയിൻ്റ് ആകെ കുളാവും. ലൈറ്റായിട്ട് ഞാൻ ആ തിണ്ടിന് അടിച്ചിട്ടുണ്ടായിരുന്ന ആ കിളിപ്പച്ച കളർ ഈ ഇടയ്ക്ക് കാണുന്ന വൈറ്റ് കളറിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലിൻ്റെ ഇടയിൽ പുല്ല് മുളച്ച് നിൽക്കുന്ന ഒരു ഫീലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കിളിപ്പച്ച കളർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഗ്രേ കളർ ഉണ്ടായിരുന്ന ഭാഗത്ത് കുറച്ചും കൂടെ ഡാർക്ക് ഗ്രേ ഞാൻ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുകൾ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഭാഗത്തെ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡോറുകൾക്കെല്ലാം പെയിൻറ്റ് ചെയ്യാം. വാൻഡിക് ബ്രൗൺ എന്ന് പറഞ്ഞ കളറാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ആ വെട്ടിക്കളഞ്ഞിട്ടുള്ള ഭാഗത്ത് ബ്ലാക്ക് കളറും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ടുള്ളിടത്തും ബ്ലാക്ക് കളർ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. എല്ലാ ഡോറുകളും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മുടെ വലിയ കവാടത്തിൻ്റെ ഡോറും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഡോറിൻ്റെ 4 സൈഡും നമ്മൾ ബ്രൗൺ കളർ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് 2 ജനലുകൾ വരുന്നുണ്ട്, അതിന് പ്ലെയിൻ ബ്രൗൺ അടിച്ചു കൊടുത്താൽ മതി, ഡിസൈനിങ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു പാത്രങ്ങൾ നമുക്ക് മോൾഡേറ്റ് വെച്ച് ഉണ്ടാക്കാനുണ്ട്.
ഡീറ്റെയിലിംഗ് ചെയ്യാനാണ്. അപ്പോൾ മോൾഡിറ്റിലെ ഹാർഡനറും റെസിൻ ബേസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വൈറ്റ് കളറായിട്ട് മിക്സ് ചെയ്താൽ കിട്ടും. ഇനി നമ്മളൊരു കുഞ്ഞ് പേപ്പർ ബോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റും ഇതൊന്ന് പിടിക്കുക. ഇനി ആ പേപ്പർ ബോൾ നമ്മുടെ മൗൾഡിറ്റ് വെച്ച് തന്നെ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇത് മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോൾഡിറ്റ് യൂസ് ചെയ്താൽ മതി, കാരണം ഉള്ളിൽ പേപ്പറാണ് ഫില്ല് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ടൂൾസൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ വായ് ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഷേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ടൂൾസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഈർക്കിലി വെച്ചിട്ട് നമുക്ക് ആ വായ് ഭാഗം ഉണ്ടാക്കാം. ഒരെണ്ണം ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പുൽക്കൂട് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. ആദ്യം കുറച്ച് അറക്കപ്പൊടി എടുക്കാം. അത് നമ്മുടെ ഗുഹയുടെ ഉള്ളിലൊക്കെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. ഗുഹയുടെ ഉള്ളിൽ അറക്കപ്പൊടി ഇടുമ്പോൾ കുറച്ച് വഴിയിൽ പോയാലും അത് മാറ്റമൊന്നും വേണ്ട, അത് അതിൻ്റെ ഭംഗിയാണ് അങ്ങനെ കിടക്കുന്നത്. പിന്നെ അതേ കുറച്ച് വിറക് കെട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. കുറച്ച് ചുള്ളിക്കമ്പ് പല വലുപ്പത്തിലെടുത്തിട്ട് ഒരു ചാക്ക് ചരട് വെച്ചിട്ട് കെട്ടിയാൽ മതി. ഞാനൊരു 4 കെട്ട് വിറകാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വൈക്കോൽ കെട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് പുല്ല് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ ചാക്ക് ചരട് വെച്ച് കെട്ടുക. ഒരു 6 കെട്ട് വൈക്കോൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം കേട്ടോ, ഇങ്ങനെ തന്നെ വെക്കണം എന്നൊന്നുമില്ല. വൈക്കോൽ കെട്ട് ഉണ്ടാക്കാനായിട്ട് ഉണങ്ങിയ പുല്ല് എടുക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ച് നാച്ചുറാലിറ്റി കിട്ടാനായിട്ട് നമുക്കിതുപോലത്തെ പുല്ലും പൂപ്പലൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഈ മൂലയിലും പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലൊക്കെ ആയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഈ ചെടികളൊക്കെ വരുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ആ ഭംഗി വരിക. ഈ ചെടികളൊക്കെ വെച്ച ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഡോറ് വെച്ച് പിടിപ്പിക്കാം. ഡോറ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരൊറ്റ സൈഡിൽ മാത്രം ഗ്ലൂ ഗൺ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ പാതി തുറന്ന ഡോറ് പോലെയാണ് വെക്കേണ്ടത്. എന്നാലേ നമ്മൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ അവിടെ ഡോറുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അതിന് ഡോർ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് മോഡൊക്കെ ആകുമ്പോൾ നമുക്കവിടെ ഡോറുണ്ടെന്ന് മനസ്സിലാവില്ല. ജനലുകളൊക്കെ അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് തുറന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ജനലും വാതിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പ്ലാന്റ്സ് അതിൽ സെറ്റ് ചെയ്യാനുണ്ട്. ബിൽഡിങ്ങുമെങ്കിൽ പടർന്ന് കയറിയ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഒരു പുല്ല് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പുല്ല് ഏതാണോ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ എനിക്ക് കിട്ടിയത് ഇതാണ്. പിന്നെ അധികം പെട്ടെന്ന് വാടാത്ത പുല്ലുകൾ വെക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ കുറച്ച് സൈപ്രസിൻ്റെ കമ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മാക്സിമം പ്ലാന്റ്സ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുക കേട്ടോ. ഈ തിണ്ടുമ്മേ മൊത്തം ഞാൻ പായലാണ് വെച്ച് കൊടുക്കുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് പായലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പായൽ ആ 2 സൈഡ് ഫുള്ള് കവർ ചെയ്യുന്ന പോലെ സ്റ്റിക്ക് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ കവാടത്തിൻ്റെ ഡോറ് നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മൗൾഡിറ്റ് വെച്ചിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ വെച്ച് കൊടുക്കാം. ഞാൻ 4 പാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. നമുക്കിഷ്ടമുള്ള മോഡലുകൾ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതേ ഔസിപിതാവിനെയും മാതാവിനെയും ഉണ്ണീശാനെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞ് ആടുങ്ങളും. ഈ സെറ്റിനകത്ത് കുറച്ച് കഴുതയും കുതിരയൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ അവിടെ ഇവിടേക്കായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആട്ടിടയന്മാരാണല്ലോ ആദ്യം വന്നത്. അപ്പോൾ അതേ ആട്ടിടയനെ ഈശോയുടെ പുൽക്കൂടിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ 3 രാജാക്കന്മാരെ നമ്മൾ ഈ സ്റ്റെപ്പുമ്മയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കൊന്ന് കാണണ്ടേ. ഇത് ഔട്ട്ഡോറിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമ്മളിത് ഇൻഡോറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇൻഡോറിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മറത്തൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിയിലൊരു കാർഡ്ബോർഡ് ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് അറക്കപ്പൊടി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇനി കുറച്ച് പൂപ്പലും പായലൊക്കെ പിടിച്ചിട്ടുള്ള കല്ലിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ടേബിളുമ്മ സ്പേസ് ഉള്ളതിനനുസരിച്ചാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പുറത്ത് കുറച്ച് കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ വെച്ച് ഒരു പാറക്കല്ല് ഇഫക്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആടുകളൊക്കെ നമ്മൾ അവിടെ ഇവിടേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പശുവിനെ നമ്മൾ ഗുഹയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.